Welcome to General English class. So today we are going to discuss a very important topic of our syllabus, that is reading comprehension. So നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു മിനിമം 5 to 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് നമ്മുടെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. So now let's move on to the topic. So first ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ, അത് എങ്ങനെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. സോ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ബിഫോർ യു റീഡ് ദ പാസേജ്. അതായത് ഒരു പാസേജ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ആ പാസേജ് ഫുള്ള് വായിച്ചിട്ട് പിന്നീട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കരുത്. ഫസ്റ്റ് തന്നെ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആ പാസേജിന് തന്നേക്കുന്നത് എന്നുള്ളത് ആദ്യം വായിക്കുക ആൻഡ് ദെൻ മൂവ് ഓൺ ടു ദ പാസേജ്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും നമ്മൾ ആ പാസേജിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു പോർഷനിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. സെക്കൻഡ്ലി, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പാസേജ് യു ആർ റീഡിങ്. അതായത് നമുക്ക് തന്നേക്കുന്ന പാസേജ് ചിലപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റോറി ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുടെ പാർട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയുള്ള അനാലിസിസ് ആകാം, അല്ലെങ്കിൽ ജനറലി എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചുള്ള ഒപ്പീനിയനുമായിട്ട് എഴുതിയിരിക്കുന്നു, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. സോ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പാസേജ് യു ആർ റീഡിങ്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ കോർ ഐഡിയ ഓർ ദ തീം ഓഫ് ദ പാസേജ്. അതായത് ഏതൊരു പാസേജിലും മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഉണ്ടാവും, അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ, ലുക്ക് ഫോർ ക്ലൂസ് ഇൻ ദ ചോയ്സസ്. നോർമലി ദ കറക്റ്റ് വൺ ഇസ് ദ വൺ വിച്ച് ഫാൾസ് അണ്ടർ ദ തീം. അതായത് നമുക്ക് തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യന് നമുക്കറിയാം ഒരു 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷനെ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സെൻട്രൽ ഐഡിയയായിട്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരെണ്ണമായിരിക്കും. ബാക്കി 4ഉം ആ ടോപ്പിക്കുമായിട്ട് അത്ര ബന്ധമില്ലാത്ത ഓപ്ഷൻസ് ആവാനാണ് സാധ്യത. സോ ലുക്ക് ഫോർ ക്ലൂസ് ഇൻ ദ ചോയ്സസ്. അപ്പോൾ ആ ചോയ്സസ് നോക്കി അത് ആ തീമുമായിട്ട് റിലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? വി ക്യാൻ എലിമിനേറ്റ് ദ റോങ് ഓപ്ഷൻസ്. Answer all the questions on the basis of what is stated or implied in the passage itself. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു ജനറൽ ടോപ്പിക്കിനെ പറ്റിയൊക്കെയായിരിക്കും പാസേജ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇവിടെ ഉപയോഗിക്കരുത്. ആ പാസേജിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെ മാത്രം പിൻ പോയിന്റ് ചെയ്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതും അതിൻ്റെ ആൻസേഴ്സും ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതും. സോ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, read the questions carefully, making sure that you understand what is being asked. If need, better refer back to the passage for finding the answer. So questions വായിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വായിക്കുക ആൻഡ് അത് മനസ്സിലാകുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ആൻസർ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വൺസ് മോർ റെഫർ ബാക്ക് ടു ദ പാസേജ്. ബട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ടൈം, ആ വിത്തിൻ ദ ടൈം ലിമിറ്റ് നമുക്ക് സാധനം തീർക്കണം. സോ അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം ഇത് റെഫർ ചെയ്യാൻ. നെക്സ്റ്റ് വൺ, ദ ചോയ്സ് മേ എക്സ്പാൻഡ് ഓർ എക്സ്റ്റെൻഡ് ദ ഐഡിയ ഓർ കോൺട്രാസ്റ്റ് ദ ഐഡിയ റണ്ണിങ് ഇൻ ദ പാരഗ്രാഫ്. അപ്പോൾ ഈ ചോയ്സസ് നമുക്ക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് കാര്യമായിട്ട് തരില്ല. ചിലപ്പോൾ ആ പാസേജിൽ പറയാത്ത കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തരാം, അല്ലെങ്കിൽ ചില പാസേജിലുള്ള ഐഡിയയും കൂടി ഇല്ലാത്ത ഓപ്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസേജിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ഐഡിയയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ അതിനെ നേരെ വിപരീതമായിട്ടുള്ള ഐഡിയ ഒക്കെ ഉള്ള ചോയ്സസ് എല്ലാം നമുക്ക് വരാം ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിട്ട്. സോ വി ഹാവ് ടു ബി കെയർഫുൾ ആൻഡ് വി ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ ഓപ്ഷൻസ് വെരി കെയർഫുള്ളി. Next one, don't jump to conclusions with fact questions using Roman numerals to identify answer choices. You will recognize this style of question as soon as you see it. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കത് ഇതുപോലെ ചില ഫാക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു 3-4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ശരി, ചിലപ്പം ഒരു ഓപ്ഷൻ മാത്രമേ ശരി ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസും കറക്റ്റ് ആയിരിക്കാം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറി ആൻസർ ചെയ്യരുത്, ഒന്ന് ആലോചിച്ച് കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് വൺ, ദ ക്യാച്ച് ഇസ് ഓഫൻ facts 1 and 2 will be presented very close to each other in the passage, but fact will be buried much further in the text. Take the time to review and consider each fact on its own merits. I repeat, take the time to review and consider each fact on its own merits.
So keeping these guidelines in our mind, let's attempt a small passage. So നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈഡ്ലൈൻസിന്റെ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. So this is the first question. According to the passage, what may be the central idea of the passage? ഫസ്റ്റ് നമ്മൾ പാസേജിന്റെ സെൻട്രൽ ഐഡിയ എന്താണെന്ന് കണ്ടുപിടിക്കണം. Second question, as per the perception extracted from the passage, it is considered to be a criticism of Indian culture, a reflective composition of the writer, a passage with an analytical tone, introspective theory of Indian constitution. അപ്പോൾ ആ പാസേജ് എന്താണ്, അല്ലെങ്കിൽ അത് ഏതൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്, അതും നമ്മൾ കണ്ടുപിടിക്കണം. So now let's move on to the passage. India is a secular nation. Supporters of every religion have been given the right to follow their religion freely. Religious minorities are given freedom to safeguard their culture, language, and script. India is a religiously diverse nation because followers of world's major religions reside in India. India has accepted the principles of secularism, and making difference between people based on religion is prohibited. To preserve culture, tradition, language, and script, special fundamental rights are provided to the minorities. Indian society comprises of three main classes. They are upper class, middle class, and lower class. One can find subdivisions among each class. These subdivisions include upper middle class and lower middle class. Some of the other forms of classes include business persons and workers, landowners and landless laborers. One can also observe classes of literate as well as illiterate. These classes show the diversity in class system. So ഈ ഒരു പാസേജിൽ മെയിൻലി ഇന്ത്യൻ ക്ലാസ് സിസ്റ്റം ആൻഡ് റിലീജിയൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് പോലെയാണ് ഈ രണ്ട് പാരഗ്രാഫും എഴുതിയിരിക്കുന്നത്. ആൻഡ് ജനറലി കുറച്ച് ഐഡിയാസും ഉണ്ട്. So keeping this in mind, let's move on to the questions. First one, according to the passage, what may be the central idea of the passage? Option A, India is infused with concept of exclusion of religion and religious considerations. Option B, an integrated nation with heterogeneity on various aspects. Option C, the country is divided into three classes, upper, middle, and lower. And last option, the minorities are provided with fundamental rights. And the answer is option B, an integrated nation with heterogeneity on various aspects. അപ്പോൾ ഇതിലൊരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരും. അതായത് എന്താ ഒരു ക്ലാസ് ഇതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, പക്ഷേ ക്ലാസിൻ്റെ കാര്യം മാത്രമല്ലല്ലോ പാസേജിൽ പറഞ്ഞേക്കുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. The next question is, as per the perception extracted from the passage, it is considered to be option A, a criticism of Indian culture, a reflective composition of the writer, a passage with an analytical tone, introspective theory of Indian constitution. And the correct answer is option C, a passage with an analytical tone. അപ്പോൾ ഇതിൽ എന്താണെങ്കിലും ഒരു ക്രിറ്റിസിസം അല്ല പറഞ്ഞേക്കുന്നത്, മൊത്തത്തിലൊരു അനാലിസിസ്, ഓവറോൾ അനാലിസിസ് ആണ് ഈ പാസേജിലൂടെ വന്നിരിക്കുന്നത്. സോ our right option is option C. Now let's discuss one more passage, and this is a passage which is taken from a question paper. So let's move on to the passage. Chess is called the game of kings. It has been around for a long time. People have been playing it for over 500 years. Chess is based on an even older game from India. The chess we play today is from Europe. Chess is a two-player game. One player uses the white pieces, the other uses the black pieces. Each piece moves in a special way. One piece called the king. Each player has one. The players take turns moving their pieces. If a player lands on a piece, he or she takes it. The game ends when a player loses his or her king. There are a few more rules, but those are the basics. Some people think that chess is more than a game. They think that it makes the minds stronger.
Good chess players use their brains. They take their time. They think about what will happen next. These skills are useful in life and in chess. Chess is kind of like a workout for the mind. You don't always have lots of time to think when playing chess. There is a type of chess with short time limits. It's called blitz chess. In blitz chess, each player gets 10 minutes to use for the whole game. Your clock runs during your turn. You hit the clock after your move. This stops your clock. It also starts the other player's clock. If you run out of time, you lose game of blitz chess as fast paced. Chess is not just for people. Computers have been playing chess since the 1970s. At first, they did not play well. They make mistakes. As time went on, they grew stronger. In 1997, a computer bet the best player in the world for the first time. It was a computer called Deep Blue. Deep Blue was big. It took up a whole room. By 2006, a cell phone could beat the best players in the world. Chess sure has come a long way, don't you think so? So this chapter mainly discusses about the game of chess. Now let's move on to the questions which are asked. First question, where did the game that chess is based on come from? Option A, Europe, option B, India, option C, America, and option D, all of the above. And the right answer is option B, India. Next question, how long have people been playing chess? Option A, over 5,000 years, option B, over 1,000 years, option C, over 100 years, and option D, over 500 years. And the right option is option D, over 500 years. Moving on to the next question, which happened first? Option A, cell phones became good enough to beat the best chess players. Computers did not play chess well. Deep Blue defeated the best chess player in the world. Deep Blue took up a whole room. And the right option is option B, computers did not play chess well. Next question, what is the purpose of the second paragraph? Option A, to explain the rules of chess. Option B, to compare different types of chess. Option C, to talk about game pieces. Option D, to persuade people to play chess. And the right answer is option C, to talk about game pieces. Last question, how is blitz chess different from regular chess? Option A, blitz chess is a longer form of regular chess. Option B, the pieces of blitz chess are different from regular chess. Option C, blitz chess is a shorter form of regular chess. And option D, in blitz chess the players are blindfolded. And the right answer is option C, blitz chess is a shorter form of regular chess. So with this we come to an end of today's session. Thank you all. So keep on practicing even more questions. So everyone stay safe and stay healthy.